പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ? ഏതായാലും അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പാകിസ്ഥാൻ്റെ അതിർത്തി പോസ്റ്റുകൾ ആക്രമിച്ചുവെന്ന് അഫ്ഗാൻ സൈന്യം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാബൂളിൽ താലിബാൻ അധികാരത്തിൽ വന്നതിനു ശേഷം ഏറ്റവും രൂക്ഷമായ ഒരു ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത്. 200-ലധികം താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാൻ സൈനികരെ കൊന്നു എന്നാണ് പാകിസ്ഥാൻ്റെ ഒരു നിലപാട്. അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷി പോരാളികളെ വകവരുത്തി എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. 58 പാകിസ്ഥാൻ സൈനികരെ തങ്ങളും വകവരുത്തിയിട്ടുണ്ട് എന്ന് അഫ്ഗാനിസ്ഥാനും ഒരു അവകാശവാദം ഉന്നയിക്കുന്നു. വ്യാഴാഴ്ച കാബൂളിലും കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലുമായി ചില ആക്രമണങ്ങൾ നടന്നു. ഒരു മാർക്കറ്റിലാണ് പാകിസ്ഥാൻ ഈ ആക്രമണം നടത്തിയത്. അത് വ്യോമാക്രമണമായിരുന്നു. ഇതാണ് താലിബാനെ ഒന്ന് പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത്. അതാണ് പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. ശനിയാഴ്ച വൈകി പാകിസ്ഥാൻ അതിർത്തി പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാൻ സൈന്യം വെടിയുതിർത്തു, ആക്രമണം നടത്തി. അത് തോക്കുകളും പീരങ്കിയുമൊക്കെ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. സ്വാഭാവികമായി പാകിസ്ഥാൻ സൈന്യവും തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഫ്ഗാൻ പോസ്റ്റുകൾ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ചിലതൊക്കെ പാകിസ്ഥാൻ അവർ പുറത്തുവിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തങ്ങളും ഒട്ടും പുറകിലല്ല എന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെയുള്ള ചില നീക്കങ്ങൾ അവരും നടത്തിയിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി ഒരു 2600 കിലോമീറ്റർ നീളം വരുന്ന ഒരു അതിർത്തിയാണ് പങ്കിടുന്നത്. ഒരു 1600 മൈൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ അതിർത്തിയിലെ ക്രോസിങ്ങുകളെല്ലാം പാകിസ്ഥാൻ ഞായറാഴ്ച അടച്ചു. ഇനി ആ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഈ അതിർത്തിയിൽ ഉണ്ടാകില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഈ അതിർത്തി തന്നെ ഒരു വലിയ തർക്ക പ്രദേശമാണ്. 1893-ലാണല്ലോ ബ്രിട്ടീഷുകാർ ഇത്തരം ഒരു അതിർത്തി വരയ്ക്കുന്നത്. ഡ്യൂറൻഡ് ലൈൻ എന്നറിയപ്പെടുന്ന ഈ അതിർത്തി ഒരു കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ്. അത് അന്ന് തർക്ക വിഷയമാണ്, ഇപ്പോഴും തർക്ക വിഷയമാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഈ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ അത് മറ്റു പല രാജ്യങ്ങളും അതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അറബ് ഗൾഫ് രാജ്യങ്ങളൊക്കെ ഈ ഏറ്റുമുട്ടലിൽ ആശങ്ക പ്രകടിപ്പിച്ചു. ചിലരൊക്കെ പ്രസ്താവനകളുമായി രംഗത്ത് വരികയും ചെയ്തു. ഏതായാലും ഖത്തറിൻ്റെയും സൗദി അറേബ്യയുടെയും അഭ്യർത്ഥന മാനിക്കാൻ കാബൂൾ തയ്യാറായി. തുടർന്ന് തങ്ങൾ ആക്രമണങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്ന് കാബൂൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഈ 2021-ൽ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഈ ഒരു പ്രശ്നം അത് പെട്ടെന്ന് അവസാനിക്കും എന്ന് കരുതാനാകില്ല. തങ്ങളുടെ മണ്ണിൽ ഇപ്പോൾ തീവ്രവാദികൾ ഇല്ല എന്ന് ഇപ്പോൾ ഈ താലിബാൻ സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണ് സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കവും അവർ നടത്തും എന്നും അവർ പറയുന്നുണ്ട്. താലിബാൻ ഭരണകൂടത്തിൻ്റെ വക്താവായുള്ള ഈ സഹിബുള്ള മുജാഹിദാണ് ഈ കാര്യം ഇപ്പോൾ പറയുന്നത്. പക്ഷേ എന്തൊക്കെയായാലും അവരൊരു കാര്യം തറപ്പിച്ച് പറയുന്നു, തങ്ങൾ അങ്ങോട്ട് ആക്രമിക്കാനില്ല, തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനില്ല. പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റും അഫ്ഗാനിസ്ഥാനിലും അവരുടെ ഭൂമിയും മണ്ണും സംരക്ഷിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വമുണ്ട്, അവരത് ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹം തറപ്പിച്ച് പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഏത് സാഹചര്യത്തിലാണ് എന്നുകൂടി നമ്മളൊന്ന് വിശകലനം ചെയ്യണം. താലിബാൻ നേതാവും അവിടുത്തെ ഇപ്പോൾ വിദേശകാര്യമന്ത്രിയുടെ ചുമതലയുള്ള ആമിർ ഖാൻ മുത്തഖി ഇന്ത്യയിൽ വന്നല്ലോ. അപ്പോൾ ഇന്ത്യ സന്ദർശനം പാകിസ്ഥാനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ ഈ വ്യോമാക്രമണം നടത്തിയത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഫലമായി വന്നത് ഇന്ത്യ കൂടുതൽ അടുക്കുന്നു അഫ്ഗാനിസ്ഥാനുമായി എന്ന ചിത്രമാണ് പുറത്തു വരുന്നത്. കാരണം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് കൂടുതൽ അടുപ്പം തങ്ങൾക്കുണ്ട് എന്ന കാര്യം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇന്ത്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തി എന്നവർ പറയുന്നു. അതോടൊപ്പം ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ ശനിയാഴ്ച പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ അംബാസിഡറെ വിളിച്ചു വരുത്തി. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ അവരുടെ എതിർപ്പൊക്കെ അറിയിച്ചു. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും നല്ല ബന്ധം തുടരുന്നു എന്നതിൽ അവർ അതിൻ്റെ അതിർത്തി പ്രകടമാക്കുകയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാകുന്നു എന്നത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അസംതൃപ്തി ഉണ്ടാക്കുന്നത് എന്ന കാര്യം നമുക്കറിയാം. അത് പാകിസ്ഥാൻ്റെ ഒരു രാഷ്ട്രീയ നീക്കം, അതല്ലെങ്കിൽ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം എല്ലാ കോണുകളിലും തടയപ്പെടുന്നു എന്നതാണ് അതിന് കാരണം എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും താലിബാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ ചുമതലയുള്ള മൗലവി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിലെത്തി. ആ എത്തിയ കാര്യവും വളരെ രസകരമാണ്. കാരണം സെപ്റ്റംബർ 30-ന് പാകിസ്ഥാൻ തന്നെ അധ്യക്ഷനായിട്ടുള്ള UN സുരക്ഷാ കൗൺസിൽ ആണ് ഈ താലിബാന് ചില ഇളവുകൾ നൽകുന്നത്. താലിബാൻ ഉപരോധ
സമിതി ഒരു അപൂർവമായ ഇളവ് അവർക്ക് നൽകുകയാണ്. അങ്ങനെ ഒക്ടോബർ 9 മുതൽ 16 വരെ ഇന്ത്യ സന്ദർശിക്കാൻ ഉള്ള ഒരു ഇളവ് അദ്ദേഹത്തിന് കിട്ടുകയാണ്. അങ്ങനെ 2021 ഓഗസ്റ്റ് 15 കാബൂൾ പിടിച്ചതിന് ശേഷം താലിബാൻ നേതാവ് ആദ്യമായി ഇന്ത്യയിൽ എത്തുകയാണ്. ഇതുവരെ ഇന്ത്യയിൽ ഒരു താലിബാൻ നേതാവ് ഇതുവരെ അതിനുശേഷം വന്നിട്ടില്ല. അപ്പോൾ ഒരു താലിബാൻ നേതാവ് ആ ഒരു കാലഘട്ടത്തിന് ശേഷത്തിൽ ആദ്യമായി വരികയാണ്. ന്യൂഡൽഹി സന്ദർശിക്കുന്ന ആദ്യത്തെ ഒരു ഉന്നത താലിബാൻ മന്ത്രി കൂടിയാണ് 21 ശേഷം നമ്മൾ കണ്ട ഈ മുത്താഖി. അപ്പോൾ ഒക്ടോബർ 10 ഇവർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹവുമായി പങ്കുവയ്ക്കുന്നു. മുത്തഖിയെ നേരിട്ട് കാണുന്നു. ചർച്ചകളുടെ അവസാനത്തിൽ വികസന പദ്ധതികളിൽ ഉള്ള താല്പര്യം വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് ഈ ആരോഗ്യ മേഖല, അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനം, അതുപോലെ ഈ ശേഷി വർദ്ധിപ്പിക്കൽ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ ആഗ്രഹിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ എന്ന് ജയശങ്കർ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രഖ്യാപനം അവിടെ വലിയ ഒരു ചലനം ഉണ്ടാക്കുന്നു. മാത്രമല്ല, ഈ സമീപകാല ഭൂകമ്പത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അവിടെ അഫ്ഗാനിസ്ഥാനിലുണ്ട്. അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യും, അതുപോലെ അവർക്ക് മറ്റു സഹായം നൽകും എന്നൊക്കെ ഇന്ത്യ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ തൻ്റെ ഭാഗത്ത് മന്ത്രി ജയശങ്കർ 5 ആംബുലൻസുകൾ നൽകിക്കൊണ്ട് അത് ഒരു സൗഹാർദ്ദം കൂടുതൽ ആഴത്തിൽ ഉള്ളതാക്കുകയാണ്. അപ്പോൾ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇന്ത്യ അയക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് 20 ആംബുലൻസുകൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ അങ്ങോട്ടേക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വലിയ സമ്മാനത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ ആംബുലൻസുകളും പോകുന്നത്. അപ്പോൾ മൗലവി മുത്തഖി ഇന്ത്യൻ കമ്പനികളെ അവിടുത്തെ ഖനന മേഖലയിൽ നിക്ഷേപിക്കാൻ ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 രാജ്യങ്ങളും തമ്മിൽ അടുക്കുന്നു, സൗഹൃദം കൂടുതൽ ശക്തമാകുന്നു. ഒപ്പം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അകലുന്നു, അവർ ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോകുന്നു. ഈ ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് ചില പദ്ധതികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. താൻ പല യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ അവസാനിപ്പിച്ചയാളാണ് എന്ന് അവകാശപ്പെടുന്ന ആളാണ് ട്രംപ്. 8 യുദ്ധങ്ങൾ താൻ കാരണം നിർത്തിവെച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നുമുണ്ട്. അപ്പോൾ ആ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇപ്പോൾ ഈ പുതിയ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ സന്ദർശനത്തിന് പോകുന്നതിനിടയിലാണ് ട്രംപ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. താൻ തിരിച്ചു വന്നതിന് ശേഷം, ഇസ്രായേൽ ഗാസ പ്രശ്നമൊക്കെ പരിഹരിച്ച് തിരിച്ചു വന്നതിന് ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഞാൻ ഏറ്റെടുത്ത് പരിഹരിക്കാം എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന് ആ വിഷയത്തിൽ വിജയിക്കാൻ കഴിയുമോ എന്നറിയില്ല. ഏതായാലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായി എന്നും ഒരു സംഘർഷ സാധ്യതയുള്ള ഒരു അയൽക്കാരായി മാറുന്നതിൻ്റെ സാധ്യതകളാണ് ഇപ്പോൾ തുറന്നു വരുന്നത്. ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുന്നൊരു സാഹചര്യം വന്നാൽ ഇന്ത്യക്ക് തീർച്ചയായും അഫ്ഗാനിസ്ഥാനോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. കാരണം നമ്മുടെ പെഹൽഗാമിൽ തീവ്രവാദികൾ വരികയും അവിടെ നിരപരാധികളായ ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തുകയും ചെയ്തൊരു ഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് പിന്തുണയും ഐക്യവുമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒരു തർക്കം നടക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യക്ക് വരും എന്ന് കരുതുന്നവർ ഉണ്ട്. ഏതായാലും പാകിസ്ഥാന് വലിയ സമ്മർദ്ദമാണ് വരുന്നത്. അതിൻ്റെ എല്ലാ അതിർത്തികളിലുള്ള രാജ്യങ്ങളും പാകിസ്ഥാനോട് നല്ല ബന്ധത്തിലാകുന്നില്ല എന്നതുകൂടി ഇവിടെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഐക്യം ഒരു വശത്ത് ശക്തി പ്രാപിക്കുന്നു, മറുവശത്ത് പാകിസ്ഥാൻ അവിടെ ഒറ്റപ്പെടുന്നതിൻ്റെ ചിത്രം കൂടി നമുക്ക് കാണാൻ കഴിയും.